സഹകരണ ബാങ്കിൽ പണയം വെച്ച സ്വർണം തിരിമറി നടത്തിയതായി പരാതി. എണ്ണക്കാട് നെടിയത്ത് കിഴക്കേതിൽ ഭാരതിയാണ് ബുധനൂർ സർവീസ് സഹകരണ ബാങ്കിൽ പണയം വെച്ച സ്വർണം തിരിമറി നടത്തിയതായി മാന്നാർ പോലീസിൽ പരാതി നൽകിയത്. ശുചീകരണ ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഭാരതി പണയത്തിന് കൃത്യമായി പലിശ അടച്ചിരുന്നു. 2 വർഷത്തിനു ശേഷം മുതൽ മുഴുവനായി അടച്ച് സ്വർണം തിരികെ എടുക്കാൻ എത്തിയപ്പോഴാണ് തട്ടിപ്പ് വെളിച്ചത്തു വന്നത്. പണയമെടുക്കാൻ എത്തിയപ്പോൾ സ്വർണം ഇവിടെ ഇല്ലെന്നും മറ്റൊരിടത്ത് വെച്ചിരിക്കുകയാണെന്നും ഉടൻ എടുത്തു തരാമെന്നും ബാങ്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ഭാരതി പറഞ്ഞു. പല അവധികൾ കഴിഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞിട്ടും സ്വർണം തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് ഭാരതി പോലീസിൽ പരാതി നൽകിയത്. പണയം വെച്ച് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് 29 ഗ്രാം സ്വർണം ഞങ്ങൾ പണയം വെച്ചിട്ട് 1 ലക്ഷം രൂപ വാങ്ങിച്ചു. 3 വർഷമായപ്പോൾ ഞങ്ങൾ പണയം എടുക്കാൻ അവിടെ ചെന്നപ്പോൾ അങ്ങനെ സാധനം അവിടെ ഇല്ല. എൻ്റെ ഒപ്പ് അവൾ കള്ളയൊപ്പിട്ടേച്ച് ആ സാധനം അവളെടുത്ത് മാറ്റി. ഞാൻ പണയം വെച്ച് 3-ാമത്തെ മാസത്തിൽ അവൾ പണയം എടുത്തേച്ചാണ് അവൾ ഞങ്ങളോട് പലിശ മേടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞു സ്വർണം തരാൻ പൈസയും ഞങ്ങൾ പൈസയും കൊണ്ട് ചെന്നെ സ്വർണ്ണമില്ല, പൈസയും ഇല്ല, സ്വർണവും ഇല്ല. ബാങ്കിന്റെ സെക്രട്ടറിയും മറ്റുള്ളവരും ചേർന്ന് തന്റെ കള്ളവൊപ്പിട്ട് സ്വർണം കൈക്കലാക്കുകയായിരുന്നുവെന്ന് ഭാരതി പറയുന്നു. CPM ഭരണ നേതൃത്വം വഹിക്കുന്ന ബാങ്കിലെ ഉദ്യോഗസ്ഥരായ അനീഷ, വിമല, ഓമന, അശോകൻ എന്നിവരെ പ്രതി ചേർത്ത് മാന്നാർ പോലീസ് കേസുമെടുത്തു. ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്ന കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള അനീഷ ബാങ്ക് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സസ്പെൻഷനിലാണ്. സംസ്ഥാനത്ത് സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന തട്ടിപ്പുകളുടെ തുടർച്ചയായാണ് ബുധനൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വരുന്നതെന്ന് ഇടപാടുകാർ പറയുന്നു. ബുധനൂർ സർവീസ് സഹകരണ ബാങ്കിൽ സമാനമായ നിരവധി ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് വിവരം. പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളുടെ തിരിമറി, കൂടാതെ സ്ഥിര നിക്ഷേപമായി ലക്ഷങ്ങൾ നൽകിയ ആളുകളും പണം തിരികെ എടുക്കുന്നതിനായി ഇപ്പോൾ ബാങ്കിൽ കയറിയിറങ്ങുന്നെങ്കിലും പണം ലഭിക്കുന്നില്ല എന്ന പരാതിയും ഉയർന്നുവരുന്നുണ്ട്. ബാങ്കിലെ തിരിമറികളുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ ഇടപാടുകാർ സ്റ്റേഷനിലെത്തി പരാതി നൽകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, മാന്നാർ.